രീതികൾ എങ്ങനെയാണ്, ഏതെല്ലാം എക്സസൈസുകൾ ചെയ്താലാണ് നിങ്ങളുടെ കാലുകൾക്ക് ഉയർത്തുവാനും താഴ്ത്തുവാനും പറ്റുന്നത്. അതായത് വോൾ ഭാഗത്ത് നമ്മൾ കിടന്ന് വോളിന്റെ സഹായത്തോടെ വോളിന്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ കാലുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ ഡെമോ ചെയ്യുന്നത്. വളരെ കാലുകളുടെ മസിലിന് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ മസിൽ ഉപയോഗിച്ചുകൊണ്ട് പുൾ ചെയ്യാനോ താഴ്ത്തുവാനോ ഉയർത്തുവാനോ ഒന്നും നമുക്ക് പറ്റാതെ വരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാജുവലായി പതിയെ ഉയർത്തുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തുറന്ന് ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുക. അടിഭാഗത്തുള്ള കാല് മടക്കി വെച്ച് മുകളിലെ കാല് നിവർത്തി പൊസിഷനിൽ കഴിക്കുക. കൈ സപ്പോർട്ടായിട്ട് തലയുടെ അടിഭാഗത്ത് വെച്ചുകയും മറ്റേ കൈ തിരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ഈ പൊസിഷനിൽ തന്നെ കൈ പിടിക്കുക. എന്നിട്ട് പതിയെ ആയിരിക്കണം നിങ്ങൾക്ക് ഉയർത്തേണ്ടത്. കാലുകൾ ഭിത്തിയോട് ഉരസി പതിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഉയർത്താൻ വേണ്ടത്. അത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്ന ആ ഭാഗം വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ആദ്യമേ ഒരു 5 ടൈംസ് ചെയ്യുക, ഒരു 10 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക, വീണ്ടും 5 ടൈംസ് ചെയ്യുക. ദെൻ സെക്കൻഡ് ഡേ നമ്മളത് 5 എന്നുള്ളത് 10 ആക്കുക, 30 സെക്കൻഡ് റെസ്റ്റ്, വീണ്ടും 10 ആക്കുക, 30 സെക്കൻഡ് റെസ്റ്റ്, അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഇത് ഗ്രാജുവലായി നമുക്ക് നമ്മുടെ കാലുകൾ ഉയർത്തുവാനും താഴ്ത്തുവാനും പറ്റും. അപ്പം നമുക്ക് ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കണ്ടോ, കാല് ഉയർത്തുകയും പതിയെ ഉയർത്തി പതിയെ താഴ്ത്തി, ഉയർത്തുക താഴ്ത്തുക, വളരെ ഇങ്ങനെ ഇരുവശങ്ങളിലും നമ്മൾ ചെയ്യണം. ഇനി മലർന്ന് കിടന്നുകൊണ്ട് ഭിത്തിയോട് ചേർന്ന് അടുപ്പിച്ച് കിടക്കുക. അടുപ്പിച്ച് കിടന്നിട്ട് പതിയെ കാല് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. വളരെ കെയർഫുള്ളായിരിക്കണം ചെയ്യുമ്പോൾ. നമുക്ക് വേദനയുള്ള ആ ഭാഗം വരുമ്പോൾ നമ്മൾ മുകളിലോട്ട് പെട്ടെന്ന് ഉയർത്താൻ ശ്രമിക്കരുത്. വേദനയുള്ള ഭാഗം വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, താഴ്ത്തുക. അങ്ങനെ ഗ്രാജുവലായി ഒരു 2 വീക്സ് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ കാലിൻ്റെ മസിലിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കുവാനും നമ്മുടെ കാല് നല്ലവണ്ണം സ്ട്രോങ് ആയി നമുക്ക് വേദനയില്ലാണ്ട് ഉയർത്തുവാനും താഴ്ത്തുവാനും ഒക്കെ കഴിയും. അപ്പോൾ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേനും നമ്മളൊരു 20x3 20 പ്രാവശ്യം ചെയ്തു, 30 സെക്കൻഡ് റെസ്റ്റ്, വീണ്ടും 20 പ്രാവശ്യം ചെയ്യുന്നു, 30 സെക്കൻഡ് റെസ്റ്റ്, വീണ്ടും 20 പ്രാവശ്യം ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഗ്രാജുവലായി ഒരു 2-3 വീക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കാലുകൾ വളരെ അനായാസാനം നമുക്ക് ഉയർത്തുവാനും താഴ്ത്തുവാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ.